പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ കിഴക്കൻ മേഖലയിൽ ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിക്കാനായിട്ട് CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ആലോചിച്ചത് കൊല്ലം ജില്ലയുടെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളെപ്പറ്റി ചർച്ച ചെയ്യുക, അതിൻ്റെ വിവിധ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ടൂറിസം സാധ്യതകളുള്ളതാണ്. ഇവിടുത്തെ മാത്രമല്ല, പ്രധാനമായും ഇവിടുത്തെ കാര്യമാണ് ചർച്ച ചെയ്യുന്നതുള്ളൂ. ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും പഴക്കമുള്ള വ്യാപാരികൾ വന്നിരുന്ന, യാത്രക്കാർ വന്നിരുന്ന പ്രദേശങ്ങളിലൊന്ന് കൊല്ലമാണ്. നമ്മൾ പഠിക്കുന്ന ആധുനിക ചരിത്രത്തിൻ്റെ കാലത്ത് പോർച്ചുഗീസുകാരെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ അതിനും എത്രയോ വർഷം മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് ചൈനീസ് വ്യാപാരികളുടെ കേന്ദ്രമായിരുന്നു കേരളം. ആകെ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെക്കാളും കടൽ വഴിയുള്ള ബന്ധം കൊണ്ട് നമുക്ക് അങ്ങനെ ആ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിന്നക്കടയും ചീനച്ചട്ടിയും ചീന വലയും ഒക്കെ നമുക്കുള്ളത്. നമ്മുടെ എല്ലാ വീടുകളിൽ ചീനച്ചട്ടിയുണ്ട്. ഈ ചീനച്ചട്ടി നമ്മുടെ കേരളത്തിലെ ചട്ടിയല്ല, ചൈനക്കാർ കൊണ്ടുവന്നൊരു ട്രഡീഷനാണെന്നുള്ളതാണ് ചീനച്ചട്ടി. ഇങ്ങനൊരു ബന്ധമുണ്ട്. അങ്ങ് പടിഞ്ഞാറൻ നാട് മുതലെടുത്താൽ ഇതേ കാര്യമുണ്ട്. കിഴക്കോട്ടെടുത്താലോ വേണ്ടത്ര നമുക്ക് ഇപ്പോഴും പുറത്തേക്ക് കൊണ്ടുവരാനും പ്രചരിപ്പിക്കാനും കഴിയാത്ത പഴയ ശിലായുഗ സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ബന്ധങ്ങളുള്ള സ്ഥലമാണിതെന്നാണ്. കൊല്ലത്ത് വളരെ പ്രശസ്തനായ ചരിത്രകാരൻ, ഒരു ഗവേഷകനാണ് ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. കൊല്ലമാണ്, ഇപ്പോൾ മക്കളുടെ കൂടെയാണ്. ശന്തരുണി സംസ്കാരത്തെ പറ്റി ഒരു വലിയ പഠനം നടത്തിയിരുന്നു. ശന്തരുണി സംസ്കാരം എന്ന് പറയുന്നത്, ശന്തരുണി നമ്മുടെ തെമ്മലയായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈ ഭാഗത്ത് ശന്തരുണി മരത്തിൽ നിന്നാണ്. ഫോറസ്റ്റുകാർക്ക് കുറച്ചുകൂടി നന്നായി അറിയാം. ശന്തരുണി എന്നൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത തെമ്മല വരെയുള്ളത് അങ്ങ് തെക്കേ അറ്റത്തുനിന്ന് തുടങ്ങി തെമ്മല വന്ന് ശന്തരുണി ഫോറസ്റ്റ് പൊതുവെ അവസാനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ശന്തരുണി മരങ്ങൾ നല്ല ചുവപ്പ് കളറുള്ള ഒരു മരമാണ്. ഈ ശന്തരുണി വേറൊരിടത്തു കൂടിയുണ്ട്, അത് ശ്രീലങ്കയിലാണ്. നമ്മുടെ പഴയ കഥയുണ്ടല്ലേ, കഥയല്ല, ഈ ജോഗ്രഫി അനുസരിച്ചിട്ട് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും, ആഫ്രിക്കൻ വൻകരയിൽ നിന്നും ഇളകി പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് മാറി വന്ന ഒരു പ്രദേശമാണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഇപ്പുറത്ത് വന്ന് ഇടിച്ചു കയറി അവിടെ ആ ഇട ഭാഗമായിട്ടുണ്ടായതാണ് ഹിമാലയം എന്നൊക്കെ നമ്മൾ ജോഗ്രഫിയാണ്, ഇത് കഥയല്ല. അങ്ങനെ വന്ന ഘട്ടത്തിൽ ഇളകി വീണ ഒരു പ്രദേശമാണ് ശ്രീലങ്ക എന്ന് പറയുന്നതും. ആ ശ്രീലങ്കയിലുള്ള അതേ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് തെമ്മല വരെ. എന്തുകൊണ്ടാണ് തെമ്മല വരെ എന്നെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എനിക്കിത് അറിയുന്നത് വനശാസ്ത്ര രംഗത്തുമൊക്കെ പ്രവർത്തനം നടത്തുന്ന, ഗവേഷകർ നടത്തുന്ന ചില ആളുകൾ പറഞ്ഞിട്ടാണ്. ചില പ്രത്യേക മൃഗങ്ങളും ഉണ്ട് അത്ര ഈ ഭാഗത്ത്, ചെറിയ ചെറിയ ചില മൃഗങ്ങൾ. എന്തായാലും ശന്തരുണി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശന്തരുണി സംസ്കാരം എന്ന് പറയുന്നത് ഈ വലിയ മലനിരകളുടെ മുകളിൽ, ഈ വളരെ പണ്ട് നന്നങ്ങാടി എന്നൊക്കെ പറയുന്ന വലിയ കലത്തിനകത്ത്, മൺകലത്തിനകത്ത് ആളുകളെ പണ്ട് മരിച്ചു കഴിഞ്ഞാൽ അടയ്ക്കുന്നതിന് അങ്ങനെയുള്ള രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. തെമ്മലയുടെ ഈ മലയോര പ്രദേശങ്ങളിൽ നിന്ന്, മലയാണ് ഇവിടെ, അതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള സംഗതികളെ പറ്റിയാണ് ഇത്തരം ഒരു ഗവേഷണം നടത്തി ചില പേപ്പറുകളുണ്ട്, കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത്ര പ്രോപ്പറായിട്ട് ഇതെല്ലാം നമുക്ക് അത്രയും അങ്ങോട്ട് പ്രദർശിപ്പിക്കാനും എല്ലാം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കിഴക്കൻ മേഖല മാത്രമല്ല, പടിഞ്ഞാറൻ നാട്ടിലുള്ളത് പറ്റിയിട്ടില്ല. ഈ ബഡ്ജറ്റിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, കൊല്ലത്തിൻ്റെ മറൈൻ ഹിസ്റ്ററിയും പിന്നെ ഈ ട്രേഡ് ഹിസ്റ്ററിയും ലോകമായ ബന്ധത്തിന് എല്ലാം പറ്റുന്നൊരു മ്യൂസിയത്തിന് വേണ്ടിയിട്ടൊരു 5 കോടി രൂപ വെച്ചിട്ടുണ്ട്. 5 കോടി രൂപ ഇനിഷ്യലാണ്, ബാക്കി കാര്യങ്ങൾ വരും. അങ്ങനൊരു കാര്യത്തിന് വേണ്ടി പണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തും നിറഞ്ഞ ചരിത്രമുള്ള സ്ഥലമാണ്. പ്രകൃതി നല്ലതായതുകൊണ്ടായിരിക്കുമല്ലോ പണ്ടേ ജനങ്ങൾ കച്ചവടത്തിന് വന്നത്, പണ്ടേ ജനങ്ങൾ താമസിച്ചത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഗവേഷകർ പറയേണ്ടതാണ്. എന്തായാലും അന്ന് മുതലേ നമുക്ക് ഈ പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത മാത്രമല്ല, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കടലിലെ ഖനനം. കടൽ ഖനനം വരുന്ന ഒന്നാമത്തെ ഘട്ടം എവിടെ വരുന്നത്? കൊല്ലം പരപ്പ് എന്ന് പറയുന്ന കടലിനകത്തുള്ള സ്ഥലത്തെ കൊല്ലം പരപ്പ് എന്ന് പറയുന്നത്. അത് വർക്കല മുതൽ ആലപ്പുഴ, അമ്പലപ്പുഴ വരെ വരുന്ന സ്ഥലത്ത് കടലിനകത്ത് ഒരു പ്രത്യേക മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. മണൽത്തിട്ട എന്ന് പറഞ്ഞാൽ വലിയ തിട്ടയായിരിക്കും. അത് ഏറ്റവും കൂടുതൽ മത്സ്യം, അതുപോലെ ജലജീവികളും ചെടികളും ഒക്കെ ഉള്ള സ്ഥലമാണ് ആ മണൽപ്പരപ്പ്. ആ മണൽപ്പരപ്പിൻ്റെ പ്രത്യേകത, കല്ലടയിൽ നിന്ന് പോകുന്ന വെള്ളമാണ്, നമ്മുടെ ഈ മലനിരകളിൽ നിന്ന് പോകുന്ന വെള്ളം കൊണ്ടുപോകുന്നതാണ് കരിമണൽ. അതായത് ചവറയിൽ ഉണ്ടാവുന്നതല്ല, അത് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുന്നതാണ്. ഇതൊഴുകിപ്പോയി ഉണ്ടാവുന്ന കരിമണൽ ലോകത്തെ ഏറ്റവും വിലയുള്ള റെയർ എർത്ത്സാണ്. ഇന്ത്യൻ റെയർ എർത്ത്സും നമ്മുടെ KMM ഒക്കെ വർക്ക് ചെയ്യുന്നതിന് എടുക്കുന്ന മണ്ണ്. ആ മണ്ണെല്ലാം പോയി ഉണ്ടായ ഒരു വലിയ പ്രദേശമാണ്
പമ്പയാറ്റിലെയും അച്ചൻകോവിലാറ്റിലെയും മണിമലയാറ്റിലെയും എല്ലാം ഈ ഭാഗത്തെ നദികൾ കല്ലടയാറ്റിലെയും വാമനപുരം ആറ്റിലെയും എല്ലാം പോകുന്ന ആ മണൽ പോയി അടിഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ കൊല്ലം പരപ്പ്. അത് വേറൊരു വിഷയമായിട്ട് ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ മണൽ ഖനനം നടത്താൻ തീരുമാനിക്കുന്നു. ആ മണൽ ഖനനം നടത്തുന്നത് കുറച്ച് മണലെടുത്തിട്ട് അടിച്ചിട്ട് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ നിന്ന് എടുക്കുന്നില്ല എളുപ്പം. മരുഭൂമിയിലല്ലേ ഏറ്റവും എളുപ്പം മണൽ കിട്ടുക. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്? അതിനകത്ത് റെയർ എർത്ത് ഉണ്ടാവും, വളരെ വാല്യൂബിൾ ആയിട്ടുള്ള വിലയേറിയ മറ്റ് സാധനങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞത് നമുക്ക് ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട, ചരിത്രപരമായി നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ഭൂപ്രദേശമാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചതാണ്. ഇത്തരം ഒരു സ്ഥലത്ത് വ്യവസായവും വാണിജ്യവും അതുമായി ബന്ധപ്പെട്ട ടൂറിസവും ഒക്കെ വികസിക്കുന്നതിന് സാധ്യതകളെ പറ്റി ചർച്ച ചെയ്യാനാണ് ഇവിടെ ചേർന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ പഠിക്കുന്ന കാലം ഇവിടെ പറഞ്ഞു, പുല്ലൂർ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുതൽ ഈ പ്രദേശത്തൊക്കെ വരുമ്പോൾ അന്നും തെമ്മല ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും തെമ്മല ഇങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൊരു എക്കോ ടൂറിസം വന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, തെമ്മലയിൽ ഞാൻ MP ആയിരുന്ന സമയത്ത്, രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല ഈ തെമ്മല ഭാഗത്ത്. അങ്ങനെ ഇവിടുത്തെ പഞ്ചായത്ത്, നമ്മുടെ സുരേഷും ഒക്കെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ എല്ലാവരോട് പറഞ്ഞ് ഒരു ടോയ്ലറ്റൊക്കെ വെക്കാൻ നമ്മൾ ആലോചിച്ചു. പക്ഷെ പണിയാൻ സ്ഥലമില്ല. തെമ്മലയിൽ ഒരു ഈ ഫോറസ്റ്റ് ലാൻഡും അല്ലാതെ വേറൊരു സ്ഥലമില്ല. കുറച്ച് ടോയ്ലറ്റുകൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഫ്രഷ് ആവാനൊക്കെ ഉള്ള സൗകര്യം പോലും ഇല്ല. ഭൂമിയുടെ പ്രശ്നമുണ്ട്, ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. അപ്പോൾ തെമ്മലയ്ക്ക് ഉള്ള സാധ്യത, തെമ്മല എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ സാധ്യതകൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. എക്കോ ടൂറിസം വന്നു, വളരെ ആകർഷകമാണ്. ഇവിടെ പറഞ്ഞു ആദ്യഘട്ടത്തിൽ എക്കോ ടൂറിസം വന്നതാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ഇപ്പോൾ കൊല്ലത്ത് മറീന അനുവദിച്ചിപ്പം 5 കോടി. മറീന എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരികൾ വരുന്ന ചെറുബോട്ടുകൾ ചെറിയ ഷിപ്പുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള വലിയ ഷിപ്പുകൾ വന്നെടുക്കാൻ പറ്റും, ചെറിയ യാത്രാ നൗകകൾ വന്നെടുക്കാൻ പറ്റുന്ന മറീന. വിദേശത്തേക്കുൾപ്പെടെ യാത്രക്കാരും വിദേശത്തു നിന്ന് യാത്രക്കാർ വരുമെന്ന ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന യാത്രാ കപ്പലുകൾ, സീ ക്രൂയിസ് ഷിപ്പുകൾ, ഇതൊക്കെ പറ്റുന്ന കാര്യം നമുക്ക് കിഴക്കങ്ങ് അറബിക്കടലിനോട് ചേർന്ന് വരും. നമുക്ക് അഷ്ടമുടിക്കായലുണ്ട്. അവിടുന്ന് ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ആദ്യ ബഡ്ജറ്റിൽ നമ്മൾ തെമ്മല അടക്കമുള്ള പാലരുവി അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി പറഞ്ഞിരുന്നു. അത് ഈ ബയോഡൈവേഴ്സിറ്റി ഒരു റൂട്ടാണ്. ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അഷ്ടമുടി, മൺട്രോത്തുരുത്ത് തുടങ്ങി ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പാരമ്പര്യമുള്ള, വളരെ പ്രത്യേകതകളുള്ള ഭൂമിശാസ്ത്രമുള്ള സ്ഥലത്തെ ചേർന്നൊരു ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട്. നമുക്ക് ജഡായിപ്പാറ പോലെയുള്ള പ്രധാനപ്പെട്ട വലിയ പാറകളും കേന്ദ്രങ്ങളുമുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ ഈ സാധ്യതകളൊക്കെ കുറച്ചുകൂടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. ആ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ശ്രീ നാരായണനെ പോലെയുള്ള ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആളുകളുടെ സഹായം വേണം. ശ്രീ സുന്ദരേശൻ, അദ്ദേഹമൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. പക്ഷേ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് പറ്റുന്നൊരു എക്കോസിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഡോക്ടർ പാപ്പച്ചൻ, അദ്ദേഹത്തിന് ഇവിടെ ഏറെ സ്ഥലമുണ്ട്. അവർ കുറേ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ടൂറിസം എപ്പോഴും വരണമെങ്കിൽ, ഞാൻ ടൂറിസത്തിലേക്ക് തന്നെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്, ടൂറിസം എപ്പോഴും വരണമെങ്കിൽ നമുക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം, ഇറങ്ങി നടക്കാനുള്ള സ്ഥലം വേണം, ചായ കുടിക്കാനും അത്യാവശ്യം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലം വേണം. ഇവിടെ തെമ്മല വന്നു കഴിഞ്ഞാൽ മഴ പെയ്താൽ, ഇപ്പം മഴ പെയ്തപ്പോൾ ഇതിനടി നിന്നില്ലേ നമ്മളെല്ലാം, വേറെ നിൽക്കാൻ സ്ഥലമുണ്ടോ? ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തൊരു ബേസിക്കായ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള കുറേ KIPയുടെ സ്ഥലം തന്നെ എടുത്തിട്ട് നമുക്ക് യോജിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. ഡാമിൻ്റെ സ്ഥലങ്ങളൊക്കെ പൊതു കാര്യങ്ങൾക്ക് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഡാമിനകത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ സീപ്ലെയിൻ വന്നുകൂടാ? സീപ്ലെയിൻ പ്രധാനമായും പോകാൻ ഉദ്ദേശിക്കുന്നത് കായൽ ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ സീപ്ലെയിൻ വരണമെങ്കിൽ നല്ല വെള്ളമുള്ള സ്ഥലം മതി. അതിന് 50 കോടി രൂപ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സീപ്ലെയിൻ വരാവുന്ന ഒരു ഡെസ്റ്റിനേഷൻ അഷ്ടമുടിക്കായലിൽ നിന്ന് തെമ്മലയാക്കാൻ പറ്റും. അത് 15 മിനിറ്റ് കൊണ്ട് അഷ്ടമുടിയിൽ നിന്ന് ഒരു സീപ്ലെയിൻ വരും. ഇവിടുന്ന് പൂവാറിൽ നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നോ ഒരു സീപ്ലെയിൻ വരാൻ പറ്റും. അപ്പോൾ ഇത് ഒക്കെ ഇപ്പോൾ ഉള്ള സ്കീമിൽ പെട്ടതാണ്. സീപ്ലെയിൻ വരുന്നതിന് വേണ്ടി പുതിയ എയറോഡ്രോം ഒന്നും പണിയണ്ട, ഉള്ള ഈ സ്ഥലം മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഹോട്ടലുകളുടെ നിര വേണം. ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഹോട്ടലുകൾ കൂടുതൽ വേണം. ഒരു വലിയ ഹോട്ടലുകൾ, 5 സ്റ്റാർ 50,000 രൂപയിൽ മേലുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. കേരളത്തിൽ 50,000, 70,000, 1 ലക്ഷമൊക്കെ ഉണ്ട്. നമ്മളത് വിശ്വസിക്കത്തില്ല.
കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ ദിവസം കോവളത്തെ ഹോട്ടലുകളുടെ വാടക കേട്ടതാണ്. ഇവർക്കൊക്കെ വലിയ വാടകയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഇവരൊക്കെ. പക്ഷേ ഒരു 5000-നും 10,000-നും ഇടയ്ക്കുള്ള വാടകയുള്ള മുറികൾ തന്നെ കുറവാണ്. അതിൽ താഴെയുള്ളതും വേണം. അത് തെമ്മല വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു ഹോട്ടൽ കിട്ടുമെന്ന് ഉറപ്പ് വേണം. തെമ്മലയിലോ പാലരുവിയിലോ അല്ലെങ്കിൽ പിന്നെ താഴോട്ടോ ഒക്കെ പോയാൽ. അപ്പോൾ ക്ലസ്റ്റർ ഓഫ് ഹോട്ടൽസ് വേണം, കുറച്ച് ഹോട്ടലുകൾ. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ടൗണിൽ 2-3 ഹോട്ടലിനപ്പുറം ഇല്ല. പുതിയ ഹോട്ടൽ ടാറ്റയുടെ ഒരു വലിയ ഹോട്ടൽ വരുന്നുണ്ട്, 200 മുറിയുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലുകൾ വരാനുള്ള സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഇതിന് പിന്നാലെ സംസാരിക്കാം. പക്ഷേ വേണ്ടി വരും. ഞാൻ പറഞ്ഞ സൗകര്യങ്ങൾ വേണം. അപ്പോൾ ഈ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ വരും. ഞാൻ പറഞ്ഞ ഡാമിൻ്റെ സൗകര്യമുണ്ട്, പാലരുവി പോലുള്ള കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകളിൽ ആളുകൾ വരുന്നത് നമ്മൾ കാണുന്ന അഡ്വഞ്ചർ ടൂറിസം മാത്രമൊന്നുമല്ല. സ്വസ്ഥമായിട്ടൊരാഴ്ച ഇരിക്കണം, അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി ഇരിക്കണം. ഇങ്ങനെ പലതരം ടൂറിസ്റ്റുകളാണ് വരുന്നത്. ടൂറിസത്തെ പറ്റി അറിയുന്നവർക്കറിയാം. പല ടൂറിസ്റ്റുകൾക്കും അവരുടെ സ്ഥലം കണ്ട് ഓടി നടക്കൽ മാത്രമല്ല, മനസ്വസ്ഥതയോടുകൂടി കുറച്ച് ദിവസം ഇരിക്കലുണ്ട് അവധിക്ക്. ഇങ്ങനെ പലതരം ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യമാണ്. ഈ സൗകര്യം എന്തുകൊണ്ടാണ് കൂടുതൽ വേണ്ടേ? അവിടെയാണ് വ്യവസായ രംഗത്തെ ആളുകളാണ് പറയേണ്ടത്. ഇനിയത്തെ ഒരു കാലത്ത് നമ്മുടെ ആളുകൾക്ക് പഴയതിനേക്കാളും കൂടുതൽ യാത്ര ചെയ്യാൻ സമയമുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകർ, റിട്ടയർ ചെയ്ത ആളുകളുടെ, എൻ്റെ മുന്നിരിക്കുന്ന അധ്യാപകരെ മാത്രമല്ല ഞാൻ പറയുന്നത്, റിട്ടയർ ചെയ്ത ആളുകൾ ഗ്രൂപ്പായിട്ട് യാത്ര പോകും. പലപ്പോഴും മക്കൾ വിദേശത്തായിരിക്കും, മക്കളുടെ അടുത്ത് പോകും. അല്ലെങ്കിൽ 1-2 പേര് പോകാനുള്ള വരുമാനമൊക്കെ അത്യാവശ്യം പെൻഷനൊക്കെ ഉണ്ട്. പെൻഷൻ്റെ കുടിശ്ശിക കിട്ടാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മളോട് പറയുമെങ്കിലും ഞാൻ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷനല്ല, അല്ലാതുള്ള സർക്കാർ സർവീസ് പെൻഷനുമൊക്കെ ആളുകൾക്ക് ധാരാളം യാത്ര ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ വാഹനങ്ങളുണ്ട്. കേരളത്തിന് പുറത്തു പോകും, ഇന്ത്യക്ക് പുറത്തു പോകും, ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം പുറത്തു പോകും. പണ്ട് നമുക്ക് പിൽഗ്രിം ടൂറിസം മാത്രമേ ഉള്ളായിരുന്നു. ഇവിടുന്ന് പളനി പോകും, ഇങ്ങനെയൊക്കെയുള്ള അല്ലേ ബസ്സിൽ പണ്ട് എല്ലാ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെ പള്ളിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേളാങ്കണ്ണി മറ്റേ പളനി ഇതൊക്കെയാണ്. ഇപ്പം അല്ലാതെ ടൂറുണ്ട്. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇത് കൂടും. കാരണം എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ ചെയ്യേണ്ട ജോലി ഒത്തിരി കുറയുക. കുറച്ചുകൂടി നമുക്ക് എക്സ്ട്രാ സമയം കിട്ടും, പണം കിട്ടും. എല്ലാവർക്കും ഇത് തുല്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നൊരു പ്രശ്നം, കുറച്ചുകൂടി നമ്മുടെ ഈ വരുമാനം, ഉണ്ടാവുന്ന വരുമാനം, സാധാരണക്കാർക്ക് ജോലി കിട്ടണം, വരുമാനം കിട്ടണം. വരുമാനം ടെക്നോളജി പുതു വരുന്നതിന് നമ്മൾ അനുകൂലം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി സാധാരണക്കാർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടണം, എല്ലാവർക്കും ജോലി കിട്ടുന്ന സൗകര്യമാണ്. ഇപ്പോൾ എസ്റ്റേറ്റ് മേഖല അടച്ചുപൂട്ടി, തൊഴിലില്ലാതായി കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടി അത് വരണം. എന്തായാലും അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ, ഇനിയുള്ള കാലത്ത് കൂടുതൽ ടൂറിസം ഡെവലപ്പ് ചെയ്യും, ആർട്ടും കൾച്ചറും ഡെവലപ്പ് ചെയ്യും. ഡാൻസ്, പാട്ട്, സ്പോർട്സ്. കാരണം എക്സ്ട്രാ സമയമുള്ള, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന, ലോകത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയെ പറ്റും. അതുകൊണ്ട് കൂടുതൽ ടൂറിസം സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുമെന്നാണ്. അതിനകത്ത് ഇവിടെ ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ട് മാറ്റാൻ പറ്റും തെമ്മലെ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ. ഇപ്പോൾ തന്നെ എക്കോ ടൂറിസത്തിന് 2-2.5 കോടി രൂപയോളം ഈ സ്കീമിൽ വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു 10 കോടി രൂപയെങ്കിലും മുടക്കാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങൾ അങ്ങനെ വേണം എന്നാലോചിച്ചാൽ മതി. കാരണം കുറച്ചുകൂടെ ഫണ്ട് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്, കുറച്ചുകൂടെ ഫണ്ട് അതിന് കൂട്ടി വെച്ചിട്ടുണ്ട്. അടുത്തൊരു വർഷത്തിനകം പൂർത്തീകരിക്കുന്നൊരു പദ്ധതിയായിട്ട് വരും. നമുക്ക് ഒരുമിച്ച് സംയുക്തമായിട്ട് ആലോചിക്കാം. ഇവിടെ MLA ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു, ശ്രീ സുബാലുമായിട്ട് സംസാരിച്ച് വെച്ച സ്കീമുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതിനകത്ത് തന്നെ എന്തെങ്കിലും ഫെസിലിറ്റി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ, മറ്റു ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ ഡെസ്റ്റിനേഷൻ്റെ ഒരു പ്രത്യേകത, തെമ്മലയുടെയും പുനലൂരിൻ്റെയും പ്രത്യേകത, ഇവിടെ തമിഴ്നാട്ടിലെ ഈ ഏറ്റവും നല്ല കാലാവസ്ഥയും പച്ചപ്പുമുള്ള കേരളത്തിലെ ഈ സ്പോട്ടിലേക്ക് കയറാൻ 20-30 കിലോമീറ്റർ കൊണ്ട്, അല്ലെ 50 കിലോമീറ്റർ കൊണ്ട് ചുറ്റുപാടുള്ള സ്ഥലത്ത് ധാരാളം ആൾക്ക് വരാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ. കാലാവസ്ഥയുടെ ഇപ്പോൾ ഈ മഴ പെയ്തതോടുകൂടി ഒരു അന്തരീക്ഷം തന്നെ മാറിയില്ലേ. നേരത്തെ ഭയങ്കര ചൂടായിരുന്നു, നിൽക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ആ കമ്പാരിസൺ നല്ല വ്യത്യാസം വരും. പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ എല്ലാ സ്ഥലവും എടുത്തോ, തിരുവനന്തപുരത്തുനിന്ന് തെമ്മല വരാൻ, പുനലൂർ വരാൻ, കൊട്ടാരക്കര വരാൻ, കൊല്ലത്ത് വരാൻ ഒരേ ദൂരമാണ്. 70 കിലോമീറ്ററാണ് ശരാശരി. ഇതിലേക്കുള്ള വണ്ടി വിട്ടു വന്നാൽ 1.5-1.5 മണിക്കൂർ മതി പുനലൂർ എത്തുന്ന അതേ സമയം കൊണ്ട്. അതും 70 കിലോമീറ്ററാണ്. കൊട്ടാരക്കര 70 കിലോമീറ്ററാണ്. തിരുവനന്തപുരം 70 കിലോമീറ്ററാണ്. അതാണ് ഈ 4 സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ യാത്രാ സൗകര്യം വളരെ എളുപ്പമാണ്. ഈ സ്ഥലത്തു നിന്നൊക്കെ വരാൻ പറ്റും നമുക്ക്. പക്ഷേ നിറഞ്ഞ് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ മനോഹരമായ സ്ഥലങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരാനുള്ള ഡെസ്റ്റിനേഷൻ. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് പോലും തിരുവനന്തപുരത്ത് ഇറങ്ങുകയാണെങ്കിൽ അത്ര സമയമുള്ളൂ. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പടിഞ്ഞാറോടെ കൊല്ലത്തിൻ്റെ ഭാഗമായിട്ട് വരാവുന്നവർക്ക് ടൂറിസ്റ്റ് കൊല്ലം കായലും കടലും പിന്നെ മലയോര മേഖലയും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ്. ആ സാധ്യത നമുക്കുണ്ട്.
പഴയതിനേക്കാളും കൂടുതൽ ആളുകൾ, നമ്മുടെ തൊഴിലാളികൾ ധാരാളമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ആര്യങ്കാവൊക്കെ പഴയതിനേക്കാളും ജനസംഖ്യ കുറയുകയാണ്. അവിടെ പ്ലാന്റേഷൻ മാത്രമാണ്. ആ പ്ലാന്റേഷനിൽ ആ ജോലി കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ടൂറിസത്തിൽ ഒരു ജോലി വന്നാൽ എനിക്ക് തോന്നുന്നു 1-2 അഡീഷണൽ ജോലി വരുമെന്നാണ് കണക്ക്. ഒരു കണക്കുണ്ട്. ടൂറിസത്തിൽ ഒരാൾ താമസിച്ചാൽ ഒരു ഹോട്ടൽ മുറി ഉണ്ടെങ്കിൽ ശരാശരി ഒരാൾക്കൂടെ ജോലി കിട്ടും, അതിലധികം കിട്ടും. ഈ തരത്തിൽ ജോലി സാധ്യതയുണ്ട്. നമുക്ക് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലോകത്തെല്ലാം സഞ്ചരിക്കുന്നവർക്കറിയാം. ഈ ഒരു സാധ്യത നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേവലം ഈ ടൂറിസം മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ളത് കാണണം. ഇവിടെ നേരത്തെ സ്വാഗതം പറയുമ്പോൾ സജി പറഞ്ഞു, കേരളത്തിൽ ഈ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് പലതുമുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ റോഡുകൾ നോക്കുക. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ ആ ഹിൽ ഹൈവേ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഈ 1.5 മണിക്കൂർ കൊണ്ട് പോകാൻ പറ്റുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2026 ബഡ്ജറ്റ് പ്രസംഗം കേൾക്കാൻ, ബഡ്ജറ്റ് സെഷനിൽ പങ്കെടുക്കാൻ വടക്കൻ മേഖലയിലുള്ള MLA-മാർക്ക് പുതിയ റോഡിൽ കൂടെ വരാം. 5-6 മണിക്കൂർ ഉണ്ടെങ്കിൽ 7 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് റോഡ് മാർഗം തിരുവനന്തപുരത്ത് എത്താവുന്ന തരത്തിലേക്ക് നമ്മുടെ റോഡ് മാറുകയാണ്. അത് ഈ ഗവൺമെൻറ് വളരെ കൃത്യമായി അതിനകത്ത് നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സ്ഥലമെടുക്കുകയും ബാക്കിയല്ല. റെയിൽവേ സൗകര്യങ്ങൾ അതുപോലെ വർദ്ധിക്കുന്നു, എയർപോർട്ടുകൾ അതുപോലെ വർദ്ധിക്കുന്നു. അതിനൊപ്പമാണ് വിഴിഞ്ഞം തുറമുഖം വന്നത്. വിഴിഞ്ഞം തുറമുഖം ഈ നാടിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തും വികസനത്തിന്. പുനലൂർ ഒരു കാലത്ത് ഏറ്റവും വികസിതമായ സ്ഥലമായി കിടന്നതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ റെയിൽവേയാണ്. തിരുവിതാംകൂറിലെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് താനൂർ റെയിൽവേ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ വികസിതമായ മേഖല ഇതായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ വന്നത് നമ്മുടെ ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലം വരെയാണ്, തിരുവനന്തപുരത്തേക്ക് ഇല്ലായിരുന്നു. അന്ന് ഈ 13 കണ്ണറപ്പാലവും തുരങ്കവും ഒക്കെ അന്ന് 100 ചില്ലാനം വർഷം മുമ്പ് ഉണ്ടായിന്ന് ആലോചിക്കണം. അതായിരുന്നു നമ്മുടെ പുനലൂർ പേപ്പർ മില്ല്, പുനലൂർ മറ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നത്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്തുനിന്ന് അവിടുത്തെ കപ്പലുകളുടെ പ്രത്യേകത വരുന്നതിൻ്റെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ, ഇപ്പം തന്നെ ട്രയൽ റണ്ണേ നടക്കുന്നുള്ളൂ. 17 കപ്പലുകൾ ഔട്ടർ സീയിൽ കടലിൽ കിടക്കുകയാണ് വിഴിഞ്ഞത്ത് വരാൻ. ട്രയൽ റണ്ണേ നടക്കുന്നുള്ളൂ. 2 ബർത്തുകൾ, 2 കപ്പലടുപ്പിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തതൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല, പണം തരുന്നില്ല, വയബിലിറ്റി ഗ്യാപ്പ് പോലും തരുന്നില്ല. വയബിലിറ്റി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര പണം മുടക്കിയാലും ഇതിന് റിട്ടേൺ കിട്ടത്തില്ല. ചില പദ്ധതികൾ വലിയ മൂലധനം കൂടുതൽ വേണ്ട പദ്ധതി, അപ്പോൾ അതിന് കുറച്ച് പണം ഗ്രാൻഡായിട്ട് തരും. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം. പക്ഷേ വയബിലിറ്റി ഗ്യാപ്പ് തരാൻ ഇപ്പോൾ കേന്ദ്രം തയ്യാറല്ല. അങ്ങനെ തരുന്നില്ലെങ്കിൽ നമ്മളെ പണം മുടക്കും, അവർ കടമായിട്ട് തരുന്ന. അങ്ങനെയാണെങ്കിൽ നമ്മൾ പണം മുടക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ കഴിഞ്ഞ ദിവസം ഞാനത് CM-ന് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവരെ ഈ കടവേ തരുമെന്ന് നമുക്ക് എല്ലാം നോക്കാം. എന്തായാലും 8500 കോടി രൂപ ചെലവാക്കേണ്ട പദ്ധതിയിൽ ആകെ പോർട്ടിന് 5500, 6000 കോടി സംസ്ഥാന ഗവൺമെൻറ് ചെലവാക്കുന്നത്. അത് ചെലവാക്കിയിട്ടാണ് ഈ വലിയ തുറമുഖം വന്നത്. ഇത് ചെലവാക്കാതിരുന്നെങ്കിൽ തുറമുഖം വരുമായിരുന്നില്ല. ആ തുറമുഖത്തിൻ്റെ പ്രത്യേകത ഇപ്പം തന്നെ 2 ഷിപ്പ് എടുക്കാവുന്ന സ്ഥലം മാത്രം വന്നപ്പോൾ ഇതാണ് സ്ഥിതി. അവിടെ ബാക്കി ഡെവലപ്മെൻറ്റൂടെ 2028 പൂർത്തീകരിക്കും. അത് കഴിയുമ്പം വലിയ വികസന പരിപാടികളാണ് വരിക. ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് കപ്പൽ കയറ്റി വിടാനായിട്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് കശുവണ്ടി കയറ്റി വിട്ടാൽ എങ്ങനെ അയക്കുന്നത് അറിയുമോ? ഇവിടുന്ന് സിംഗപ്പൂരിൽ പോകും അല്ലേ, അല്ലെങ്കിൽ ദുബായിൽ പോകും, അവിടുന്ന് വലിയ കപ്പലേ കയറി പോകും. അങ്ങനെയാണ് സാധാരണ കണ്ടെയ്നർ മൂവ്മെൻറ്റ്. ഇവിടുന്ന് നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ 10-15 ദിവസം ലാഭം കിട്ടും, ടിക്കറ്റും ചിലവും കുറയും. അപ്പോൾ ഇത് വരികയാണ്. ഇത് വരുമ്പോൾ അതിൻ്റെ കൂട്ട് കാര്യങ്ങൾ വരും. പൂനെയിൽ നിന്നുള്ള വ്യവസായി കഴിഞ്ഞ ദിവസം പറഞ്ഞു, പൂനെയിൽ നിന്ന് ബോംബെക്ക് അടുത്ത, പൂനെയിൽ നിന്ന് തുറമുഖത്തേക്ക് എത്തണമെങ്കിൽ 500 കിലോമീറ്റർ പോകണം. ഉത്തർപ്രദേശിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അടുത്ത തുറമുഖം ഇവിടാം, ഒന്നിൽ ഗുജറാത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോംബെ. അവിടുന്ന് അവിടെ എത്തണമെങ്കിൽ 2000-1500 കിലോമീറ്റർ റോഡിൽ കൂടെ പോകണം. എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്റർ ഇന്ത്യൻ റോഡിൽ കൂടെ പോകണമെങ്കിൽ 10-20 ദിവസം വേണം, 15 ദിവസം വേണം. ഇവിടെ തെമ്മലേന്ന് എന്തെങ്കിലും വ്യവസായങ്ങളുണ്ടെങ്കിൽ, സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇവിടുന്ന് അവിടെ എത്തണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? ലോറി അന്ന് 2 മണിക്കൂർ, 70 കിലോമീറ്ററല്ലേ ഉള്ളൂ കൊല്ലത്തുനിന്ന്. അതാണ് അത്തരം സാധ്യത. കൊട്ടാരക്കരയിൽ നിന്നോ കൊല്ലത്തുനിന്നോ ഈ നല്ല റോഡുകളുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ, ആ ഒരു കോറിഡോർ പോലെ. എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നും വരത്തില്ലെന്നല്ല, പത്തനാപുരത്തും അടൂരും ഒക്കെ വരത്തില്ല എന്നല്ല. പക്ഷേ ഇത് കോറിഡോറാണ്. 1000 കോടി രൂപ അതിനായിട്ട് വികസനത്തിൽ ലാൻഡ് എടുക്കാനും മറ്റും മാറ്റി വെച്ചു. അതിൻ്റെ ഒരു ഫൈനൽ പോളിസി വരും. അത് സർക്കാർ ഒറ്റയ്ക്കെല്ലാം ചെയ്യാമെന്നല്ല ഞങ്ങൾ വിചാരിക്കുന്നത്. വ്യവസായം സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് അത് ചെയ്യാം. ഒരുമിച്ച് ചേർന്നിട്ട് ലാൻഡ് ക്ലബ് ചെയ്തിട്ട് ലാൻഡ് പൂളിംഗ് വഴി ചെയ്യാം.
പ്രൈവറ്റും സർക്കാരും കൂടി ചേർന്ന് PPP മോഡൽ ചെയ്യാം. ഇതിൻ്റെ പോളിസി ഇപ്പോൾ ഈ ആഴ്ച അടുത്ത ആഴ്ച അംഗീകരിക്കും. അതിൻ്റെ പണം മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി പണവും വരും. അത് ധാരാളം വ്യവസായങ്ങളെ കൊണ്ടുവരാൻ സഹായിക്കും. ഇവിടുത്തെ വ്യവസായം മാത്രമല്ല, ഇവിടെ ഒരു യൂണിറ്റ് എടുത്തിട്ട് അസംബ്ലി ചെയ്ത് കയറ്റി അയക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ 2000 കിലോമീറ്റർ അകലെന്ന് ഒരു കപ്പലെ കയറ്റി അയക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ ഇവിടുന്ന് കയറ്റുന്നത്. 2000 കിലോമീറ്റർ അകലെന്ന് UP എന്നൊരു സാധനം ഉണ്ടാക്കി ബോംബെ കൊടുത്തയച്ച് കപ്പലെ കയറ്റില്ല. ആ കപ്പൽ പോയിട്ട് ദുബായിൽ നിന്നോ സിംഗപ്പൂരിൽ നിന്ന് വേറെ കപ്പലെ കയറ്റണം. ഇവിടുന്ന് അയക്കുന്ന സാധനം നേരെ ഈ മദർഷിപ്പിൽ കയറും. അത് നേരെ ഇന്ത്യയിലെ ലോകത്തെ ഏത് ഭാഗത്തേക്കും പോകും. അപ്പോൾ ഇങ്ങനൊരു തുറമുഖം കൂടി അവിടെ വരുന്നതോടുകൂടി നമുക്ക് പണ്ട് റെയിൽവേ ലൈൻ വന്നതിനേക്കാൾ എത്രയോ വലിയ സാധ്യത ഈ പ്രദേശത്തെല്ലാം വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തെമ്മലക്കാരൊക്കെ കിഴക്കേ അറ്റത്താണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം തെമ്മലിൽ നിന്ന് തിരുവനന്തപുരത്ത് ചെല്ലാൻ ഏറ്റവും വലിയ റോഡ് പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ചെല്ലാൻ റോഡ് പോലെയും NH നിന്ന് പോകുന്നത് പോലെയും കൊട്ടാരക്കര പോകുന്നുള്ള റോഡുണ്ട്. ഇവിടെ സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ളത് അത് എങ്ങനെയൊക്കെ ബാക്കി ഡെവലപ്പ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് ഇൻവെസ്റ്റ് കേരളയുടെ ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. വ്യവസായത്തിൻ്റെ വലിയൊരു പരിപാടി നടന്നു. തോട്ടങ്ങളിലെ സ്ഥലങ്ങൾ ഉൾപ്പെടെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ലാൻഡ് റിഫോംസ് ആക്ടിലൊന്നും ഒരു മാറ്റം വരുത്താതെ അവിടുത്തെ കൃഷി വിളകൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രമുഖരായ വ്യവസായികൾ, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വിവിധ സ്ഥലങ്ങളിൽ പോയി വ്യവസായം ചെയ്ത് പല മേഖലയിലും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. പിന്നെ ആയുർവേദ രംഗത്തുൾപ്പെടെ നമുക്ക് വലിയ ഈ മെഡിക്കൽ ടൂറിസം പോലെയുള്ള വലിയ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളൊക്കെ എങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളെ മെച്ചപ്പെടുത്താം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തേ പറ്റും. അത് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ട്. ലയങ്ങൾ വളരെ മോശമായ സ്ഥിതിയിലേക്ക് എത്തിയ ലയങ്ങളെ പരിഷ്കരിക്കാനുള്ള പണവും ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ 10 കോടി രൂപ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഇന്നലെ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനും വ്യവസായം നിലനിർത്താനും ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ. അതെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് നമ്മൾ ജോലി കിട്ടാനും അവർക്ക് മിനിമം സൗകര്യം കിട്ടാനും എല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കശുവണ്ടി വ്യവസായം വലിയ പ്രതിസന്ധിയില്ല. പലരും അടച്ചുപൂട്ടി 1-2 പേരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി, കടക്കടി പെട്ടു. അതുകൊണ്ട് വ്യവസായികൾക്ക് വ്യവസായം നല്ലതുപോലെ കൊണ്ടുപോകണമെങ്കിൽ തൊഴിലാളികളുടെ കൂലിയിലെ PF-ൻ്റെ ഒരു ഭാഗം സർക്കാർ അടയ്ക്കും. ഇന്നലെ പ്രമുഖരായ വ്യവസായികൾക്കാവണം നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി വന്നിരുന്നു, ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ പണം ഇന്നലെ കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ വ്യവസായം നിലനിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നാട്ടിൽ ജോലി വേണം, തൊഴിൽ വേണം, പണം ഉണ്ടാവണം, വ്യവസായം വേണം, ടൂറിസം വേണം. അതിന് പറ്റുന്ന തരത്തിലേക്ക് എല്ലാ മേഖലയെയും ശക്തിപ്പെടുത്താനാണ് ഗവൺമെൻറ് ഓരോ പദ്ധതികൾ ഇടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി എക്കോ ടൂറിസത്തിൻ്റെ ഭാരവാഹികൾ അതിനകത്ത് ചില ശ്രമം നടത്തണം. ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം MLA കൂടി ഞങ്ങളെല്ലാം കൂടി നിന്നിട്ട് ഒരു ആലോചന നടത്തി. ഈ തെമ്മലേര് വന്നപ്പോൾ രാത്രി ഇവിടുന്ന് അങ്ങ് വരെ ആളുകൾക്ക് ഇരിക്കാനും നടക്കാനും അത്യാവശ്യം വാഷ്റൂമും ഫ്രഷ് ആവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പണമൊക്കെ ഇതിലുണ്ട്. രാത്രിയിലും ഒക്കെ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ആൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു സൗകര്യം അതുണ്ടാവണം. ഇപ്പോൾ റോസ്മല, ഞങ്ങൾ നേരത്തെ റോസ്മല പോകുമ്പോൾ റോസ്മലയിലെ ആളുകൾ ഞങ്ങൾ ഇവിടെയും കണ്ടു. റോസ്മലയിൽ പോകുമ്പോൾ റോസ്മലയിലെ ആ മനോഹരമായ ആ ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെ മെച്ചപ്പെടുത്താൻ വേണ്ടി അതിനും ഒരു 50 ലക്ഷം രൂപ നമ്മൾ ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനും ആവശ്യമായ പണം അത് അനുവദിക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. നമുക്കിവിടെ ഞാൻ പറഞ്ഞ 30 വർഷം മുമ്പുള്ള തെമ്മല അതേപോലല്ല ഇരിക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മാറാൻ പറ്റണം. അതിനുള്ള കാര്യങ്ങൾ പ്രായോഗികമായ വകുപ്പുകൾ തമ്മിൽ ചേർന്ന് റവന്യൂ വകുപ്പും ഫോറസ്റ്റും പിന്നെ ഇറിഗേഷനും PWDയും ഒക്കെ ചേർന്ന് വ്യവസായം ഒക്കെ ചേർന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ടൂറിസത്തിൻ്റെ വികസന സാധ്യതകൾ വലിയ തോതിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇവിടെ ഇന്ന് വന്ന എക്സ്പെർട്സുകളെ പോലെയും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന വ്യക്തികളും പോലെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത് പ്രായോഗികമായി ചെയ്യുന്നതിനുള്ള പ്രവർത്തനം നടത്തിയാൽ അതിനെല്ലാ പിന്തുണയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളോടൊപ്പം 100 അല്ല 101% ഉണ്ട് എന്ന കാര്യം കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം.